കാസർഗോഡ് പെരിയയിൽ നടന്ന കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. കൊലപാതകത്തിൽ സിപിഐഎമ്മിന് ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അറിയിച്ചു. സംഭവത്തിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടക്കുകയാണ്. സിപിഐഎമ്മിന്റെ വടക്കൻ മേഖല, തെക്കൻ മേഖല ജാഥകളും ഇന്നുണ്ടാവില്ല. വിവരങ്ങളുമായി ഇപ്പോൾ സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, വിവരങ്ങൾ. വിപിന, ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയ ഗ്രാമപഞ്ചായത്തിൽ കല്യോട്ട് ഗ്രാമത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. വൈകിട്ടോടെ നടന്ന സംഭവം പിന്നീട് നാട്ടുകാരെ അറിയുകയായിരുന്നു. ഇവർ വീട്ടിലേക്ക് യാത്ര പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലപ്പെട്ട പ്രതികളിൽ ഒരാൾ നേരത്തെ മറ്റൊരു രാഷ്ട്രീയ വധശ്രമ കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ജയിൽ മോചിതനായി വന്നിരുന്നത്. കൊലയ്ക്ക് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് സിപിഎമ്മിനെതിരെ ആരോപണം പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നിഷേധിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ യാതൊരു ബന്ധമില്ലെന്നും അക്രമം സിപിഎമ്മിന്റെ നയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കി കുറ്റവാളികളെ പിടികൂടണമെന്നും അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സിപിഎം ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ കല്യോട്ട് മേഖലയിൽ സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സംഭവം നടക്കുന്ന 2 ദിവസങ്ങളൊന്നും ആയിരുന്നില്ല. നേരത്തെ ശബരിമല ആചാര സംരക്ഷണ സമിതി നടത്തിയ ഹർത്താലിനെ തുടർന്ന് ഇവിടെ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുകയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ ആക്രമിച്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. സിപിഎം ഈ കൊലപാതകത്തിൽ യാതൊരു ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിൽ ശരത്ലാൽ കൃപേഷ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് ശരത്ലാലിനെ മംഗലാപുരത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. 2 പേരുടെയും മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വൈകിട്ട് രാത്രിയോടെ. തുടർന്ന് കല്യോട്ട് മേഖലയിലും അതുപോലെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജനറൽ ആശുപത്രിയിലും ശക്തമായ പോലീസ് സാന്നിധ്യമുണ്ടായി. ഇന്നലെ രാത്രിയിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ UDF പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഹർത്താൽ പുരോഗമിച്ചു വരികയാണ്. ബിബിന, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. നിലവിൽ ആരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ട് അറിവില്ല. ബിബിന, സണ്ണി, അതോടൊപ്പം തന്നെ ഇന്ന് നടക്കാനിരുന്ന തെക്കൻ മേഖല, വടക്കൻ മേഖല ജാഥകൾ LDFന്റെ കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. തെക്കൻ മേഖല ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം. ഇന്നലെ വൈകിട്ടാണ് വടക്കൻ മേഖല ജാഥ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ പ്രവേശിച്ചത്. ഇന്ന് കണ്ണൂർ ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലായിരുന്നു കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന വടക്കൻ മേഖല ജാഥ പര്യടനം നടത്തേണ്ടിയിരുന്നത്. രാവിലെ പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് രാത്രി വൈകിട്ടോടെ മട്ടന്നൂരിൽ സമാപിക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന തെക്കൻ മേഖല ജാഥ ഇന്ന് കൊല്ലം ജില്ലയിൽ പര്യടനം ആരംഭിക്കേണ്ടതായിരുന്നു. 2 ജാഥകളും മാറ്റിവെച്ചതായി LDF സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിപിന, വ്യക്തമാണ്. കാസർഗോഡ് പെരിയയിൽ നടന്ന കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. കൊലപാതകത്തിൽ സിപിഐഎമ്മിന് ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അറിയിച്ചു. സംഭവത്തിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സിപിഐഎമ്മിന്റെ വടക്കൻ മേഖല, തെക്കൻ മേഖല ജാഥകളും ഇന്നുണ്ടാവില്ല. സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പുൽവാമ സ്ഫോടനത്തെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല എന്ന് ജമ്മുകശ്മീർ ഗവർണറുടെ ഉപദേഷ്ടാവ് കെ വിജയകുമാർ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിലെ മുന്നറിയിപ്പാണ് നിലവിൽ ഉണ്ടായിരുന്നത് എന്നും ഉപദേഷ്ടാവ് അറിയിച്ചു. അതേസമയം സ്ഫോടനത്തെ തുടർന്ന് കശ്മീരിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ 4ാം ദിവസമായ ഇന്നും തുടരും. പുൽവാമ ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ സംബന്ധിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ജമ്മുകാശ്മീർ സർക്കാരും തമ്മിലുള്ള തർക്കം തുടരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ പതിവ് മുന്നറിയിപ്പ് സന്ദേശങ്ങൾക്കപ്പുറം കൃത്യമായ സ്ഫോടന മുന്നറിയിപ്പ് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് ജമ്മുകാശ്മീർ ഗവർണറുടെ ഉപദേഷ്ടാവ് കെ വിജയകുമാർ പറഞ്ഞു. ജയ്ഷ മുഹമ്മദിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം സുരക്ഷാ സേനയ്ക്ക് ഹൈ അലർട്ട് നൽകി. പക്ഷേ എങ്ങനെ, എവിടെ വെച്ച് ആക്രമണം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഒരു അറിവും കൈമാറിയിരുന്നില്ല. രഹസ്യാന്വേഷണം വീഴ്ചയാണെന്ന് നേരത്തെ ഗവർണർ സത്യപാൽ മാലിക്കും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെ ഇന്റലിജൻസ് എതിർക്കുന്നുണ്ട്. ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വീണ്ടും ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി. കർഫ്യൂ 4ാം ദിവസവും തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്റർനെറ്റ് ബന്ധവും കാശ്മീർ മേഖലയിൽ വിച്ഛേദിച്ചിട്ടുണ്ട്.
രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നതിൽ ജമ്മുകാശ്മീർ സർക്കാരിന് ആശങ്കയുണ്ട്. പ്രധാനപ്പെട്ട സർവകലാശാലകളിലും നഗരങ്ങളിലും ലൈസൺ ഓഫീസർമാരെ നിയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതായി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ദില്ലി ചലോ പാർലമെന്റ് മാർച്ച് ഇന്ന്. പൊതുവിദ്യാഭ്യാസം സാർവത്രികവും സൌജന്യവുമാക്കുക, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കേന്ദ്ര ബജറ്റിലെ 10% വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിച്ച് വിദ്യാഭ്യാസ മേഖലയെ ദുർബലമാക്കിയ കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ മാർച്ചിൽ ശക്തമായ പ്രതിഷേധമുയരും. കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന് താക്കീതായി രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവും സമരത്തിനിറങ്ങുന്നത്. SFI, ASF തുടങ്ങി 5 ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലി ചലോ പാർലമെന്റ് മാർച്ച്. പൊതുവിദ്യാഭ്യാസം സാർവത്രികവും സൌജന്യവുമാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കുടിശ്ശികയായ സ്കോളർഷിപ്പുകൾ ഉടൻ വിതരണം ചെയ്യുക, കേന്ദ്ര ബജറ്റിലെ 10% വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെക്കുക, സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിച്ച് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ദുർബലമാക്കിയ കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ മാർച്ചിൽ ശക്തമായ പ്രതിഷേധമുയരും. ചരിത്രകാരി റൊമീല താപ്പർ, സംഗീതജ്ഞൻ TM കൃഷ്ണ തുടങ്ങിയവർ മാർച്ചിന് പിന്തുണയറിയിച്ചിട്ടുണ്ട്. ദില്ലി രാംലീല മൈതാനി മുതൽ പാർലമെന്റ് സ്ട്രീറ്റ് വരെയാണ് മാർച്ച്. 10,000-ഓളം വിദ്യാർത്ഥികൾ മാർച്ചിൽ അണിനിരക്കും. ദില്ലി ചലോയുടെ പ്രചരണാർത്ഥം സംഘടനകൾ കഴിഞ്ഞ ഒരു മാസമായി രാജ്യവ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തിന്റെ മുട്ടാപ്പോക്ക് നയം കാരണം പ്രളയകാലത്ത് UAE സഹായം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണാധികാരികൾ എന്തിന് ആ സഹായം നിരസിച്ചുവെന്ന് ആർക്കും അറിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പ്രളയാനന്തര പുനർനിർമ്മാണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ മെട്രോപോളിസ് സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ ജില്ലയിൽ വിവിധ പരിപാടികളും മുഖ്യമന്ത്രി പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ UAE സന്ദർശന വേളയിലാണ് ആ രാജ്യത്തിന് കേരളത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം എന്തെന്ന് തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിനോടുള്ള സ്നേഹവായ്പ UAE ഭരണാധികാരി തന്നെ അറിയിച്ചു. എന്നാൽ ഭരണാധികാരികളുടെ മുട്ടാപ്പോക്ക് നയം കാരണം പ്രളയകാലത്ത് UAE വാഗ്ദാനം ചെയ്ത സഹായം കേരളത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ പ്രളയാനന്തര പുനർനിർമ്മാണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. UAE നമുക്ക് വെച്ചു നീട്ടിയ സഹായം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വേണ്ട ഐക്യരാഷ്ട്രസഭ കണക്കാക്കിയ 31,000 കോടിയുടെ നല്ലൊരു ഭാഗം ഈ രാജ്യങ്ങളെല്ലാം കൂടിയുള്ള സഹായത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുമായിരുന്നു. നമുക്കാർക്കും മനസ്സിലാകാത്ത കാരണത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അതിനുള്ള അനുമതിയാണ് നിരസിച്ചു കളഞ്ഞത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന 1001ാമത് വീടിന്റെയും പ്രളയശേഷം പുനർനിർമ്മിക്കുന്ന 75ാമത് വീടിന്റെയും താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കുള്ള നാവിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അതേസമയം സംസ്ഥാനത്തെ ആദ്യ മെട്രോപോളിസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തതിൽ പോലീസിന്റെ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ട്. എപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പ്രതിപക്ഷമായിട്ടാണ് പോലീസിനെ കാണാറ്. അപ്പോൾ പ്രത്യേക ശ്രദ്ധ നീതിയുക്തമായും നയപരമായും പ്രവർത്തിക്കുന്നതിനുണ്ടാവാം. മെട്രോപോളിസ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് ശേഷം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ എറണാകുളം ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആവേശത്തിരയിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര പര്യടനം തുടരുന്നു. 4 ദിവസം നീണ്ടുനിന്ന തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇന്നലെ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ഇടതുമുന്നണിയുടെ കരുത്ത് വിളിച്ചെന്ന സ്വീകരണമാണ് ലഭിച്ചത്. കടന്നുവന്ന വഴികളിലെല്ലാം ആയിരങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് കേരള സംരക്ഷണ യാത്ര പര്യടനം തുടരുന്നത്.
തെക്കൻ മേഖലാ ജാഥ ക്യാപ്റ്റനായ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും ജാഥ അംഗങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളിലെത്തിയാൽ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്ന പ്രവർത്തകർക്ക് ആവേശമാണ്. തെക്കൻ കേരള യാത്രയുടെ 4 ദിവസത്തെ ജാഥാ പര്യടനം പൂർണ്ണമായും തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നത്. വൻ ജനക്കൂട്ടമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയെ സ്വീകരിക്കാനെത്തിയത്. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടിയേരി ഉന്നയിച്ചത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും RSSനെതിരായി നെഞ്ചോട് ചേർന്ന് നിന്ന് പൊരുതുന്നത് ഇടതുപക്ഷമാണെന്നും അതുകൊണ്ട് തന്നെ BJP മുഖ്യശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് LDF തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസത്തെ പര്യടനം ഇന്നലെ കിളിമാനൂരിൽ സമാപിച്ചു. ഇന്ന് ജാഥ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ ജാഥയെ സ്വീകരിക്കും. തുടർന്ന് ചാത്തന്നൂരിലാണ് ആദ്യ സ്വീകരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന വടക്കൻ മേഖല LDF കേരള സംരക്ഷണ യാത്ര ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി കാസർഗോഡ് ജില്ലയിൽ പ്രചാരണം പൂർത്തിയാക്കി. ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് പര്യടനം നടത്തേണ്ടിയിരുന്നത്. തെക്കൻ മേഖല ജാഥയ്ക്കൊപ്പം വടക്കൻ മേഖല ജാഥ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ ശനിയാഴ്ച വൈകിട്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്ത LDF വടക്കൻ മേഖലാ ജാഥ 2ാം ദിവസം കാസർഗോഡ് ജില്ലയിലെ പ്രചാരണം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. ചട്ടഞ്ചാലിൽ നിന്നായിരുന്നു ജാഥയുടെ പ്രചാരണത്തിന് തുടക്കം. തുടർന്ന് കാഞ്ഞങ്ങാടും കാലിക്കടവിലും വമ്പിച്ച വരവേൽപ്പ് ലഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ജാഥയെ കാലിക്കടവിൽ കണ്ണൂർ ജില്ലയിലെ LDF നേതാക്കൾ ആവേശപൂർവ്വം വരവേറ്റു. സ്വീകരണത്തിന് P. ജയരാജൻ, CN ചന്ദ്രൻ, KP സഹദേവൻ, TV രാജേഷ് MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സമാപന പൊതുയോഗം നടക്കുന്ന പയ്യന്നൂരിലേക്ക് ജാഥയെ ആനയിച്ചത്. ആയിരങ്ങളാണ് പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിൽ ചേർന്ന സമാപന പൊതുയോഗത്തിൽ ജാഥയെ സ്വീകരിക്കാനെത്തിയത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, P. കരുണാകരൻ MP തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കേരളം ഭരിക്കുന്ന LDF സർക്കാർ 4 വോട്ടിനും സീറ്റിനു വേണ്ടി നിലപാടുകൾ മാറ്റുകയില്ലെന്ന് ജാഥ ലീഡർ കാനം രാജേന്ദ്രൻ പറഞ്ഞു. LDF സർക്കാരാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളത്. ഈ സുപ്രീം കോടതി വിധി തിരിച്ചാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അതൊന്നും നടപ്പിലാക്കുക. രാജ്യത്ത് നിയമത്തിന്റെയും ഭരണഘടനയുടെയും മുകളിൽ വിശ്വാസത്തെ സ്ഥാപിക്കണം എന്ന് ആര് പറഞ്ഞാലും അതിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഓരോ ഗവൺമെന്റും ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ബാധ്യതയിൽ നിന്ന് മാറി നിന്ന് രാജ്യത്ത് നഷ്ടപ്പെടുന്ന വോട്ടോ അല്ലെങ്കിൽ സീറ്റുകളുടെയോ കണക്ക് കൂട്ടി ഒരു ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ലാഭചേതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2016 ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. സർവേ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും കാനം രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ജാഥ ഇന്ന് രാവിലെ കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ നിന്ന് പ്രചാരണം ആരംഭിച്ച് തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് മട്ടന്നൂരിൽ സമാപിക്കും. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണിയും അധിക സീറ്റ് അവകാശവാദം ഉന്നയിച്ച ഘട്ടത്തിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. അധിക സീറ്റ് വിഷയത്തിൽ ലീഗ് പ്രതിസന്ധി സൃഷ്ടിക്കില്ലെങ്കിലും PJ ജോസഫിന്റെ കടുംപിടുത്തം എങ്ങനെ UDF മറികടക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൌതുകത്തോടെ വീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണിയും ഉയർത്തിയ അധിക സീറ്റ് വാദത്തിനിടെയാണ് ഇന്ന് സീറ്റ് വിഭജനത്തിനായി ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. 3ാം സീറ്റിന് മുസ്ലിം ലീഗിന് യോഗ്യതയും അവകാശവുമുണ്ടെന്ന വാദം ലീഗ് ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഈ ആവശ്യം UDFനുള്ളിൽ ലീഗ് മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UDFന്റെ കെട്ടുറപ്പിനായി അധിക സീറ്റെന്ന അവകാശവാദത്തിൽ നിന്നും ലീഗ് പിന്നാക്കം പോകും. എന്നാൽ കേരള കോൺഗ്രസിൽ PJ ജോസഫ് നടത്തുന്നത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ സീറ്റ് വേണ്ടെന്ന് KM മാണി പറഞ്ഞാൽ പോലും സീറ്റ് ആവശ്യത്തിൽ നിന്നും PJ ജോസഫ് പിന്നാക്കം പോകില്ല.
കോട്ടയം ലോക്സഭാ സീറ്റ് PJ ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകാൻ KM മാണി കൂട്ടാക്കിയില്ലെങ്കിൽ പാർട്ടി പിളർപ്പിലേക്കായിരിക്കും പോകുക. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ കോൺഗ്രസും UDF നേതൃത്വത്തിനും ഇടപെടേണ്ടി വരും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും സീറ്റ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാര്യമായ ചർച്ചകൾക്ക് വരില്ല. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുംഭമാസ പൂജകൾക്ക് ശേഷം ശബരിമല നടയടച്ചു. യുവതീ പ്രവേശന വിധിക്ക് ശേഷമുള്ള നിരോധനാജ്ഞ ഇല്ലാത്ത ആദ്യ തീർത്ഥാടന കാലത്ത് നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. മീനമാസത്തിലെ ഉത്സവത്തിനായി ശബരിമല നട അടുത്ത മാസം 11-നാണ് ഇനി തുറക്കുക. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടച്ചു. പതിവ് പൂജകൾക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനം പാടിയാണ് നടയടച്ചത്. വൈകിട്ട് 6 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടിരുന്നില്ല. കുംഭമാസ പൂജാ ദിനങ്ങളിൽ നിരവധി അയ്യപ്പ ഭക്തരാണ് ശബരീശ ദർശനത്തിനായി എത്തിയിരുന്നത്. യുവതീ പ്രവേശന വിധിക്ക് ശേഷം നിരോധനാജ്ഞ ഇല്ലാത്ത ആദ്യ തീർത്ഥാടന കാലമാണ് പൂർത്തിയായത്. നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും നിരോധനാജ്ഞ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ സീസണിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കർശന നിയന്ത്രണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. കുംഭമാസത്തിലെ പൂജകൾക്ക് ശേഷം ശബരിമല നടയടച്ചു. ഇനി അടുത്ത മാസം മീനമാസത്തിലെ ഉത്സവത്തിനായി 11-ന് നട തുറക്കും. 12-ന് കൊടിയേറുന്ന ഉത്സവം 21-ന് സമാപിക്കും. സന്നിധാനത്ത് നിന്നും ഗീവർഗീസ് തോമസ്. രാജ്നാഥ് സിംഗ് അർദ്ധസൈനികന്റെ മൃതദേഹം തോളിലേറ്റിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പാരാമിലിറ്ററി എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PS നായർ. കൊല്ലപ്പെടുന്ന അർദ്ധസൈനികരുടെ കുടുംബങ്ങൾക്ക് ആശ്രിത നിയമനം നൽകാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തിനാണ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് എന്നും അർദ്ധസൈനികർ ചോദിക്കുന്നു. 1970-ന് ശേഷം ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട 5000-ഓളം അർദ്ധസൈനികരുടെ കുടുംബത്തെ സംരക്ഷിക്കാത്ത UPA NDA സർക്കാരുകൾക്കെതിരെ പാരാമിലിറ്ററി എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF അംഗങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന മോഡിയുടെയും രാജ്നാഥ് സിംഗിന്റെയും പ്രഖ്യാപനം കപട സ്നേഹമാണെന്നും വീരമൃത്യു വരിച്ച സൈനികന്റെ മൃതദേഹം തോളിലേറ്റുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും PS നായർ ആരോപിച്ചു. ഈയിടെ തന്നെ നമ്മുടെ വയനാട്ടിൽ സന്തോഷ് കുമാർ മരിച്ചു. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയുടെ മുൻപിൽ ഒരു സഹമന്ത്രി വന്നിട്ട് സെൽഫി എടുക്കുന്നു. ഒരു ആഭ്യന്തരമന്ത്രി തന്നെ തോളിലേറ്റുന്നു ഡെഡ് ബോഡി. എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്തെങ്കിലും ഒരു ക്ഷേമത്തിന് വേണ്ടി അവരെന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അർദ്ധസൈനികർക്ക് വേണ്ടി? അവരല്ലേ ഈ അതിർത്തിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഗവൺമെന്റ് തന്നെ മാനിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ആഭ്യന്തര വകുപ്പ് ഇത്രയും നാൾ കൈകാര്യം ചെയ്ത ശ്രീ മോഡി ഗവൺമെന്റും ശ്രീ ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ചെയ്തത്? അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ അടുത്തതിന്റെ പേരിലായിരിക്കും അദ്ദേഹം തോളിലേറ്റിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും വെൽഫെയർ ചെയ്തതായിട്ട് ഗവൺമെന്റ് തന്നെ പറയട്ടെ. 2010-ൽ ഒറീസ ദണ്ഡേവാഡയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 76 പേരുടെ കുടുംബങ്ങളെ സംരക്ഷിച്ചില്ലെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. 2001 ഡിസംബർ 1-ന് നടന്ന പാർലമെന്റ് ആക്രമണത്തിൽ 2 ഭീകരവാദികളെ CRPFന്റെ വനിതാ കോൺസ്റ്റബിൾ കമലേഷ് കുമാരി വെടിവെച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് കെട്ടിടം തകർക്കപ്പെട്ടേനെയെന്നും സ്വന്തം ജീവൻ നൽകിയ കമലേഷ് കുമാരിയുടെ കുടുംബത്തെ പോലും കേന്ദ്ര സർക്കാർ സംരക്ഷിച്ചില്ലെന്നും PS നായർ കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ CRPF ഉൾപ്പെടെ 10 ലക്ഷം അംഗങ്ങൾ ഉൾപ്പെടുന്ന അർദ്ധസൈനികരെ സൈനികരുടെ പദവിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശ്മീരിൽ തീവ്രവാദാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട വിദ്യാർത്ഥിക്കെതിരെ കേസ്. കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി അഫ്ല രാമുവിനെതിരെ ബേക്കൽ പോലീസാണ് കേസെടുത്തത്. രാജ്യദ്രോഹ കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കശ്മീരിലെ പുൽവാമയിൽ കൊല്ലപ്പെട്ട യുവാവാണോ ജവാന്മാരാണോ യഥാർത്ഥ രക്തസാക്ഷിയെന്നായിരുന്നു രാമുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്. കശ്മീർ ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച രാമു ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ആന്ധ്ര സ്വദേശിയായ അബ്ല രാമു MA 2ാം വർഷ ഇന്റർനാഷണൽ റിലേഷൻസ് വിദ്യാർത്ഥിയാണ്. തൂത്തുക്കുടിയിലെ വേദാന്ത സ്റ്റെർലൈറ്റ് കമ്പനിക്ക് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് രോഹിംഗ്ടൺ നരിമാൻ, ജസ്റ്റിസ് നവീൻ സിൻഹ എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് വിധി പറയുന്നത്. കേസിൽ ഫെബ്രുവരി 7-ന് വാദം പൂർത്തിയായിരുന്നു. സ്റ്റെർലൈറ്റ് കമ്പനിയാണ് പ്രദേശത്ത് വായു ജല മലിനീകരണങ്ങൾക്ക് കാരണമെന്നും പ്ലാന്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും തമിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. MDMK നേതാവ് വൈക്കോ ഉൾപ്പെടെയുള്ളവർ പ്ലാന്റ് എന്നേക്കുമായി
അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടാണ് ഹർജികൾ നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പുറത്താണ് കമ്പനി അടച്ചുപൂട്ടാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത് എന്നാണ് വേദാന്തയുടെ നിലപാട്. തർക്കത്തിനൊടുവിൽ ബാർ ജീവനക്കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ കൊച്ചി മെട്രോ പോലീസ് പിടികൂടി. മുഖ്യമന്ത്രി മെട്രോ സ്റ്റേഷനെ ഉദ്ഘാടനം ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് മെട്രോ പോലീസ് നടത്തിയ ബാഗ് പരിശോധനയിൽ ആയുധവുമായി യുവാക്കൾ കുടുങ്ങിയത്. കത്തിക്കുത്തേറ്റ ബാർ ജീവനക്കാരൻ പ്രസാദിന് ഗുരുതരമായ പരിക്കേറ്റു.